ഞാൻ നാളെ വരും. നമുക്കറിയാം നമ്മൾ ആദ്യം 10 സെൻറ്റൻസ് വീതം കണ്ടുപോയ അതേ സെൻറ്റൻസുകൾ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോരോ ടെൻസാണ് ഓരോന്നും വരുന്നതെന്ന് മാത്രം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ നമ്മൾ ഓരോ ടെൻസ് വീതം ഉണ്ടാക്കി വേറെ വീഡിയോസ് ഉണ്ട്. ഞാൻ നാളെ വരും. ഇതിൻ്റെ അകത്ത് ഞാൻ, ഐ എന്നുള്ള പ്രോനൗൺ, ടുമോറോ എന്നുള്ള നൗണും കം എന്നുള്ള വേർബും ഉണ്ട്. ഇവിടെ നമുക്ക് ഓക്സിലറി വേർബ് ആവശ്യമുണ്ട്. കാരണം ഇത് ഫ്യൂച്ചർ ടെൻസിലാണ് വരുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ നമുക്കൊരു വില്ലിൻ്റെ ആവശ്യം വരും. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിൽ പ്ലസ് വേർബ്, അത്രയേ ഉള്ളൂ. വേർബ് കം എന്നുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഐ വിൽ കം ടുമോറോ. വളരെ സിമ്പിളാണ്. ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമോറോ. 2 സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ആദ്യത്തേത്, അവൻ പന്ത് കൊണ്ടുവരും. അവൻ പന്ത് അല്ലെങ്കിൽ ബോൾ കൊണ്ടുവരും. ഇതിനകത്ത് വരുന്ന പാർട്സ് ഓഫ് സ്പീച്ച് അവൻ അഥവാ ഹി എന്നുള്ള പ്രോനൗണുണ്ട്, ബോൾ എന്നുള്ള നൗണുണ്ട്, കൊണ്ടുവരിക അല്ലെങ്കിൽ ബ്രിങ് എന്നുള്ള വേർബുമുണ്ട്. ഇനി ഇതിനകത്ത് ഓക്സിലറി വേർബ് തീർച്ചയായിട്ടും വരണം. കാരണം ഫ്യൂച്ചർ ടെൻസാണ്. വില്ല് തന്നെയാണ്. ഇവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഫ്യൂച്ചർ ടെൻസിൽ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വില്ല് തന്നെയാണ് എപ്പോഴും തന്നെ വരിക. പിന്നെ ഒരു പർട്ടിക്കുലർ ബോളിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ദ എന്നുള്ള ആർട്ടുകളും കൂടി ചേർത്തു. എങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത്? വില്ലും അതിൻ്റെ കൂട്ടത്തിൽ വേർബും കൂടി വരുന്നു. എങ്ങനെയായിരിക്കും സെൻറ്റൻസ്? ഹി വിൽ ബ്രിങ് ദ ബോൾ. തീർന്നു. ഹി വിൽ ബ്രിങ് ദ ബോൾ. അടുത്ത സെൻറ്റൻസ്, അവൾ പൈസ വാങ്ങിച്ചോളും. വാങ്ങിച്ചോളും എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഫ്യൂച്ചർ ആകുന്നതെന്ന് വെച്ചാൽ നമ്മളത് ഫ്യൂച്ചർ ടെൻസിലല്ലേ പറയാം. ആരാ പൈസ വാങ്ങിക്കുക? അവൾ വാങ്ങിച്ചോളും. അത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ. അവൾ എന്നുള്ള പ്രോനൗണുണ്ട്, പൈസ അഥവാ ക്യാഷ് എന്നുള്ള നൗണുണ്ട്. ഇവിടുത്തെ വേർബ് അതാ വാങ്ങിക്കുക എന്നുള്ള ബൈ അല്ല. പൈസ കൊടുത്ത് വാങ്ങിക്കുമല്ലോ, കളക്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ പൈസ കളക്ട് ചെയ്തോളും. അപ്പോൾ കളക്റ്റാണ് വേർബ്. തീർച്ചയായിട്ടും ഓക്സിലറി വേർബ് ഉണ്ട്, അത് വില്ലാണ്. ദ മണി എന്ന് പറയേണ്ടി വരും. ഏതോ ഒരു പെർട്ടിക്കുലർ പൈസ വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ആർട്ടിക്കിൾ ദ ആണ്. ഷീ വിൽ കളക്ട് ദ മണി. അത്രയേ ഉള്ളൂ. ഷീ വിൽ കളക്ട് ദ മണി.